മാന്നാറിലെ കലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജിനു, സോമൻ, പ്രമോദ് എന്നിവരെ 6 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. കലയുടെ ഭർത്താവ് അനിലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന അവസാനിച്ചു. അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. മാന്നാറിലെത്തിയ പോലീസ് ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും മൊഴിയെടുത്തു. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. അതേസമയം അമ്മ ജീവനോടെയുണ്ടെന്നും പോലീസ് പറയുന്നതെല്ലാം കളവാണെന്നുമായിരുന്നു കലയുടെ മകന്റെ പ്രതികരണം. എനിക്കും ഇതില്ല, ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഇത്താൻ തപ്പി കൂടെ തപ്പി അങ്ങനെ എന്തെല്ലാം കിട്ടിയോ? മുടി കിട്ടിയോ? അത് കിട്ടി. ഇത് പടി ബാത്റൂം എന്തെങ്കിലും പെണ്ണുങ്ങളെ യൂസ് ചെയ്യാനാണല്ലോ കുളിപ്പ് അങ്ങോട്ടല്ലേ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? ഞാൻ ഇന്നലെ മാത്രം പുരുഷാഴ്ച ഉണ്ടായിരുന്നു. ആ SP പറഞ്ഞപ്പോൾ ഞാൻ കേട്ട് അത് മൊത്തം ബാറ്ററാണ്. എന്തോ ബാറ്റർ അത് പറ. പിന്നെ അത് മൊത്തം എനിക്ക് അറിയാവുന്ന ഈ പോലീസ് ഉണ്ടല്ലോ, നേരത്തെ വന്നിട്ടുള്ള പോലീസ് ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ചോദിച്ചു എന്നെ മൊത്തം ഇതാണ്, വാചകമാണ് മൊത്തം ഇതാണ്. ആ കലയുടെ മോനത്. അമ്മ ഉറപ്പുണ്ട്. അല്ല, സൂചന കിട്ടില്ല. അമ്മയെ അമ്മ ക്ഷണിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ എന്തോ +1 പഠിക്കുക. ഞാൻ ഇന്നലെ സ്കൂളിൽ പോകണ്ട. ഇപ്പടിക്ക് പോകാൻ പറ്റുമോ? അവിടെ എല്ലാം ഇല്ലാതെ കളിക്കൊണ്ടിരിക്കുക. ഇന്നലെ എന്നെ എന്തുവാ പിള്ളേരെ വിളിച്ച് ഇതെന്തുവാ സംഭവം? അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇവന്മാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി പിന്നെ ഇവന്മാർ നടന്നതല്ലേ? ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ? ഇങ്ങനെ ഞങ്ങളുടെ വീടുമായിട്ട് അവരൊക്കെ നല്ല ബന്ധമുള്ളവരൊക്കെ. മാന്നാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, മകനടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ വരുന്നത് പല രീതിയിലാണ്. അപ്പോഴും എഫ്ഐആറിൽ പറയുന്നത് എന്താണ്? കൊലപാതകമെന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? ഭർത്താവ് അനിലാണ് കൊലപാതകി എന്ന് കൃത്യമായി എഫ്ഐആറിനകത്ത് പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇയാളെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമോ? എന്താണ് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ? അപർണ, എംബസി വഴി അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്നും എത്തിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അനിൽകുമാറിന്റെ വീട്ടുകാരെയും സമ്മർദ്ദം ചെലുത്തിയും അനിൽകുമാറിനെ വിദേശത്തു നിന്നും എത്തിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ലക്ഷ്യമിടുന്നുണ്ട്. 2009 ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് ഈ കല കൊല്ലപ്പെടുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കല കുട്ടമ്പേരൂർ സ്വദേശിയായ, ഇതുവരെയും നമ്മൾ പാലക്കാട് സ്വദേശിയെന്നായിരുന്നു കേട്ടിരുന്നത്. എന്നാൽ കുട്ടമ്പേരൂർ സ്വദേശിയായ ഒരാളുമായി അടുപ്പത്തിലായിരുന്നു. അതേ തുടർന്ന് ഈ കലയുടെ ഭർത്താവിൻ്റെ സഹോദരനും കേസിലെ 4ാം പ്രതിയുമായ പ്രമോദ് ഈ കുട്ടമ്പേരൂർ സ്വദേശിയെ മർദ്ദിക്കുകയും ഇതേ വിവരം അനിൽകുമാറിനെ, വിദേശത്തായിരുന്ന അനിൽകുമാറിനെ അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് അനിൽകുമാർ അങ്കോളയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വീട്ടിൽ നിന്നും ഈ കല വീട് വിട്ടിറങ്ങുകയായിരുന്നു. വീട് വിട്ടിറങ്ങി കൊച്ചിയിൽ താമസമാക്കിയ, കൊച്ചിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കല. അവിടെ നിന്നാണ് ഈ വിദേശത്തു നിന്നും എത്തിയ അനിൽകുമാർ കലയെ കൂട്ടി, അതായത് വിദേശത്തു നിന്നും എത്തി 4 ദിവസത്തിനു ശേഷമാണ് കൊച്ചിയിൽ പോയി കലയെ കൂട്ടി കൊച്ചിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്താണ് തട്ടാരമ്പലത്തിനും വലിയ പാലത്തിൻ്റെ പേര് ഇപ്പോൾ എൻ്റെ ഇതിൽ വരുന്നില്ല, ഓർമ്മയിൽ വരുന്നില്ല. ഒരു പാലത്തിൽ വെച്ചിട്ട് കലയെ കൊലപ്പെടുത്തുന്നത്. എന്തായാലും വലിയ പെരുമ്പുഴ പാലമാണ്. വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചിട്ടാണ് കലയെ കൊലപ്പെടുത്തുന്നത്. ഒരു മാരുതി കാറിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയ ശേഷം ഈ പരാതിക്കാരനായ സുരേഷിനെ
അറിയിക്കുന്നു. സുരേഷിനെ അറിയിച്ചു. സുരേഷ് എത്തിയ ശേഷമാണ് ഈ കലയെ ഇങ്ങനെ കൊലപ്പെടുത്തിപ്പോയി, അബദ്ധം സംഭവിച്ചു പോയി, മരണം സംഭവിച്ചു പോയി, അതുകൊണ്ട് തന്നെ സഹായിക്കണം എന്ന് അറിയിക്കുന്നത്. പക്ഷേ സുരേഷ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതാണ് ഇപ്പോൾ 15 വർഷത്തിന് ശേഷം ഈ പരാതിക്കാരൻ ആയിരിക്കുന്ന സുരേഷാണ് ഈ പരാതിയുമായി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രമോദിന്റെ ഭാര്യയുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും പ്രമോദും ഭാര്യയും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുകയും ഈ ഭാര്യയെ താൻ കൊലപ്പെടുത്തി കൊന്ന് ടാങ്കിൽ തള്ളും, ഈ സേഫ്റ്റി ടാങ്കിൽ തള്ളുമെന്ന്, അതായത് കലയെ കൊലപ്പെടുത്തി തള്ളിയതുപോലെ നിന്നെയും സേഫ്റ്റി ടാങ്കിൽ തള്ളുമെന്ന് പലതവണയായി പ്രമോദ് ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പേടിച്ചിട്ടാണ് ഈ സ്ത്രീയാണ് പോലീസിനെ അതായത് ഇവരുടെ പരിചയത്തിലുള്ള ഒരു ബന്ധുവായ പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നതും ഈ അന്വേഷണത്തിലേക്ക് ഇത് വഴി തെളിക്കുന്നതുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സേഫ്റ്റി ടാങ്ക് പരിശോധിക്കുന്നു. പക്ഷേ അതിൽ നിന്നും എന്ത് കിട്ടിയെന്നാണ് മകനടക്കം ചോദിക്കുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടിയ മുടിയുടെ അംശമായാലും അതല്ലെങ്കിൽ സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ അംശമായാലും ഇതൊക്കെ സ്വാഭാവികമായ ഒരു സേഫ്റ്റി ടാങ്കിൽ ചെല്ലുന്നതല്ലേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളത് ശാസ്ത്രീയ തെളിവുകളാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലും മുന്നോട്ട് പോക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കലയുടേതുമായി മാച്ച് ചെയ്യുന്ന DNA ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇതിനൊക്കെ ഫോറൻസിക് റിപ്പോർട്ട് വരണം, DNA ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് വരണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ഇത് തെളിവ് നിരത്താൻ പോലീസിൻ്റെ മുന്നിലുള്ള സാധ്യത എന്ന് പറയുന്നത്. പക്ഷേ കല ഈ പറയുന്ന 15 വർഷത്തിന് ശേഷം കൊല്ലപ്പെട്ടു എന്ന തെളിവ് നിരത്തി പോലീസ് പറയുമ്പോൾ കല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയുന്ന മകനും അല്ലെങ്കിൽ മറ്റുള്ളവരും കല ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവകാശപ്പെടുന്ന മകനാണ് മറുവശത്തുള്ളത്. ഇതിൽ ശരിയേതാണ്? കല ജീവിച്ചിരിപ്പുണ്ടോ, കലയെ കൊലപ്പെടുത്തിയോ എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ പൂർണ്ണമായും പോലീസിനാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതി അനിൽകുമാറിനെ എത്രയും വേഗം വിദേശത്തു നിന്നും എത്തിക്കുന്ന ഒരു ആവശ്യം പോലീസിന്റെ മുന്നിലുണ്ട്. എംബസിയുമായി ബന്ധപ്പെട്ട് അതുമായി ഉള്ള നീക്കുപോക്കുകൾ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു 3 പ്രതികൾ, അതായത് രണ്ടാം പ്രതിയും 2 മുതൽ 4 വരെയുള്ള പ്രതികൾ ജിനോ, സോമൻ, പ്രമോദ്, ഈ 3 പേരെയും പോലീസ് റിമാൻഡ് ചെയ്ത് കോടതിയിലെത്തിച്ച് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഇനിയും വീണ്ടും കസ്റ്റഡി അപേക്ഷയിൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. അതായത് ഈ കൂടുതൽ തെളിവുകൾ വേണം, ഈ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കാൻ കൂടുതൽ തെളിവുകൾ വേണം. ഇപ്പോൾ സാക്ഷിമൊഴികൾ മാത്രമാണുള്ളത്. ഈ 3 പേർക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല, പക്ഷേ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളതാണ് ഇവരെ ഈ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണം. കൊലയ്ക്ക് ഉപയോഗിച്ച് മറ്റായുധം കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പറയുന്നെങ്കിലും കൊലയ്ക്ക് മറ്റായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതറിയണം. അതുപോലെ ഈ മൃതദേഹം കൊണ്ടുപോയ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ അറിയണം. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പേർ പ്രതികൾ ഈ കൃത്യത്തിൽ പങ്കുചേർന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ നിരത്തിയിട്ടുള്ളത്. എന്തായാലും 15 വർഷത്തിന് ശേഷം തിരോധാന കേസിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കേസ് ഇപ്പോൾ അത് കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താത്ത പല സാഹചര്യങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ മുന്നിൽ പോലീസ് അങ്ങേയറ്റം ഇൻഡിഫറൻ്റായിട്ട് പെരുമാറുന്ന സാഹചര്യം. കാരണം പല കാര്യങ്ങളും വ്യക്തത ഇപ്പോഴുമില്ല. കല കൊല്ലപ്പെട്ടോ, ഈ 3 സാക്ഷിമൊഴികളുടെ അല്ലെങ്കിൽ ഈ 3 പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഈ കേസ് മുന്നോട്ട് പോകുന്നത്? ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇനിയും ഒരുപാട് വ്യക്തത വരാനുണ്ട്. കല കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ നിരത്തി അത് തെളിയിക്കുക എന്നുള്ളത് പോലീസിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. റൈറ്റ്, ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കലയുടെ ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്ന് കൂടി ആജ്ഞ മാന്നാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു വാർത്തകൾ നോക്കാം.